നമുക്കിനി ലെയേഴ്സ് പാലറ്റിന് കൂടെയുള്ള ആക്ഷൻസ് പാലറ്റിനെ പരിചയപ്പെടാം. നാം ഒരു ഇമേജിൽ ചെയ്യുന്ന എല്ലാ എഡിറ്റിംഗ് വർക്കുകളും, അതായത് ടൂൾസിന്റെ ഉപയോഗം, ഇമേജ് അഡ്ജസ്റ്റ്മെന്റ്സ്, ഫിൽറ്റേഴ്സ്, ലെയർ സ്റ്റൈൽസ് തുടങ്ങിയവ റെക്കോർഡ് ചെയ്യുന്നതിനും അവ അതേപോലെ തന്നെ മറ്റൊരു ഇമേജിൽ അപ്ലൈ ചെയ്യുന്നതിനും വേണ്ടിയാണ് ആക്ഷൻ പാലറ്റ് ഉപയോഗിക്കുന്നത്. ആക്ഷൻ പാലറ്റ് നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പ് വർക്ക് സ്പേസിൽ ആക്ഷൻ പാലറ്റ് കാണുന്നില്ല എങ്കിൽ വിൻഡോസ് മെനുവിൽ ആക്ഷൻസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തോ കീബോർഡിൽ Alt F9 എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്തോ ആക്ഷൻ പാലറ്റ് നമുക്ക് ഓപ്പൺ ആക്കാവുന്നതാണ്. നമുക്കിനി ആക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനായി ആക്ഷൻ പാലറ്റിന് താഴെയുള്ള ക്രിയേറ്റ് ന്യൂ ആക്ഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിൻഡോയിൽ നമുക്ക് നെയിം എന്ന ഈ ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആക്ഷന് പേര് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ D1 എന്ന പേര് കൊടുക്കാം. നമുക്കിവിടെ നിന്നും ആക്ഷന്റെ ഫംഗ്ഷൻ കീ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും ആക്ഷൻ ലെയറിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം റെക്കോർഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആക്ഷൻ പാലറ്റിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആക്ഷൻ പാലറ്റിൽ റെക്കോർഡിങ്ങിനുള്ള ബട്ടൺ ആക്റ്റീവായി കിടക്കുകയാണ്. അതായത് ഇനി നാം ഈ ഇമേജിൽ ചെയ്യുന്ന എന്ത് എഡിറ്റിംഗ് വർക്കുകളും ഈ ആക്ഷൻ പാലറ്റിൽ റെക്കോർഡാകുന്നതാണ്. നമുക്ക് ഈ ഇമേജിൽ ചില മാറ്റങ്ങൾ വരുത്തി നോക്കാം. ആദ്യമായി നമുക്ക് ബ്ലർ ടൂൾ എടുത്ത് ബ്രഷ് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഈ ഇമേജിൽ ചില മാറ്റങ്ങൾ വരുത്തി നോക്കാം. ഇനി നമുക്ക് ഡോട്ട് ടൂൾ ഉപയോഗിച്ച് ഈ ഇമേജിന്റെ ചില ഭാഗം ലൈറ്റൻ ആക്കാം. നമുക്ക് ഇനി ഈ ഇമേജിൽ ചില ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് നോക്കാം. അതിനായി നമുക്ക് ഇമേജ് മെനുവിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന ഓപ്ഷന്റെ സബ് ഓപ്ഷനായ കളർ ബാലൻസ് എന്ന ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് എഫക്റ്റ് തിരഞ്ഞെടുക്കാം. നമുക്ക് ഈ ഇമേജിന്റെ ബ്ലൂ ടോൺ അല്പം കൂട്ടിക്കൊടുക്കാം. അതിനുശേഷം സിയാൻ കളറും അല്പം കൂട്ടിക്കൊടുക്കാം. ഇനി ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്കിനി ഈ ഇമേജിൽ ഒരു ഫിൽറ്റർ എഫക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അതിനായി ഫിൽറ്റർ മെനുവിൽ ആർട്ടിസ്റ്റിക് എന്ന ഫിൽറ്ററിന്റെ സബ് ഫിൽറ്ററായ കട്ടൗട്ട് എന്ന ഫിൽറ്റർ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ നമുക്ക് ഫിൽറ്റർ നമുക്ക് ആവശ്യമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം കൊടുത്ത ഫിൽറ്റർ ഈ ഇമേജിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. അതിനായി ആക്ഷൻസ് പാലറ്റിന് താഴെയുള്ള സ്റ്റോപ്പ് പ്ലേയിങ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആക്ഷൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ നാം ഈ ഇമേജിൽ അപ്ലൈ ചെയ്ത ആക്ഷൻസ് ആണ് ആക്ഷൻ പാലറ്റിൽ കാണുന്നത്. ഇനി നമുക്ക് നാം റെക്കോർഡ് ചെയ്ത ആക്ഷൻസ് മറ്റൊരു ഇമേജിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അതിനായി അപ്ലൈ ചെയ്യേണ്ട ഇമേജ് നമുക്ക് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കുക. അതിനുശേഷം ആക്ഷൻസ് പാലറ്റിന് താഴെയുള്ള പ്ലേ സെലക്ഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം ഈ ഇമേജിൽ അപ്ലൈ ചെയ്ത അതേ എഫക്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിൽ അപ്ലൈ ആയിരിക്കുന്നത്. നാം റെക്കോർഡ് ചെയ്ത ആക്ഷൻസ് ഡിലീറ്റ് ചെയ്യുന്നതിനായി ആ ആക്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കിയ ശേഷം ആക്ഷൻസ് പാലറ്റിന് താഴെയുള്ള ഡിലീറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആക്ഷൻസ് പാലറ്റിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നാം റെക്കോർഡ് ചെയ്ത ആക്ഷൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇതുപോലെ ഒരു ഇമേജിൽ നാം അപ്ലൈ ചെയ്ത എഡിറ്റിംഗ് വർക്കുകൾ അതേ വാല്യൂവിൽ തന്നെ മറ്റൊരു ഇമേജിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് നാം ആക്ഷൻസ് ഉപയോഗിക്കുന്നത്.